എല്ലാ കൂട്ടുകാർക്കും ക്വിസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീലക്കുറിഞ്ഞി ബയോഡൈവേഴ്സിറ്റി ക്വിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ടോപ്പിക്സിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മളിനി ഇടുന്നത്. അപ്പം ഈ വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം പരിസ്ഥിതിൻ്റെ ക്വിസും കൂടി ഒന്ന് കാണുക. നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്ത്? സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലക്കുറിഞ്ഞി ഉൾപ്പെടുന്ന കുടുംബം ഏത്? അഗാന്തേസിയേ. നീലക്കുറിഞ്ഞി ഉൾപ്പെടുന്ന ജീനസ് ഏത്? സ്ട്രോബിലാന്തസ്. കേരളത്തിൽ നീലക്കുറിഞ്ഞി കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ഏത്? മൂന്നാറിലെ നീലഗിരി. നീലക്കുറിഞ്ഞി വളരാനും കൂട്ടമായി പൂക്കാനുമായി എത്ര വർഷമെടുക്കും? 12 വർഷം. ഏറ്റവും കൂടുതൽ കുറിഞ്ഞികൾ പൂക്കുന്ന ദേശീയോദ്യാനം ഏത്? ഇരവികുളം ദേശീയോദ്യാനം. കൂട്ടമായി പൂത്ത നീലക്കുറിഞ്ഞിയെ ഇനി എന്ന് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 2030. നീലക്കുറിഞ്ഞി പൂക്കളുടെ നിറം എന്ത്? പർപ്പിൾ നീല നിറം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര മീറ്റർ ഉയരത്തിലാണ് ഇവ വളരുന്നത്? 1200. ആദിവാസി വർഗമായ തോഡർ പ്രായം കണക്കാക്കുന്നത് എന്ത് പൂക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്? നീലക്കുറിഞ്ഞി. കുറിഞ്ഞി വർഗത്തിലെ റാണി എന്നറിയപ്പെടുന്നത് എന്ത്? ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നീലക്കുറിഞ്ഞി ബയോഡൈവേഴ്സിറ്റി ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്വിസ് ബുക്കിന്റെ വിജയാശംസകൾ.